പാകിസ്ഥാനെ വിറപ്പിച്ച് ബലൂചിസ്ഥാൻ വിമോചന സേന. പാക് സൈന്യം ഇനിയും ആക്രമിക്കാൻ ഒരുങ്ങിയാൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് മുന്നറിയിപ്പ്. ഇതിനോടകം തന്നെ 30 പാക് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബലൂജ് ലിബറേഷൻ ആർമി അറിയിച്ചു. പോരാട്ടം ശക്തമായതോടെ അതീവ ജാഗ്രതയിലാണ് പാകിസ്ഥാൻ സൈന്യം. ഐസൺ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നു. ഐസൺ, എന്തായാലും കഴിഞ്ഞ ദിവസമാണ് പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ വിമോചന സേനയുടെ വലിയ മുന്നേറ്റം നടക്കുന്നത്. പാക് സൈന്യം ഇനിയും ആക്രമിക്കാൻ ഒരുങ്ങിയാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനോടകം തന്നെ 30 പാക് സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബലൂജ് ലിബറേഷൻ ആർമി അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഐസൺ ജോസ്. വിനോദ്, നമുക്കറിയാവുന്നതാണ്, ഇന്നലെയാണ് ഇപ്പോൾ നമ്മൾ പരാമർശിച്ച അപകടമായ തീവണ്ടി തട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ തട്ടിയെടുത്ത ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ട്രെയിൻ തട്ടിയെടുത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന 100-ലേറെ സൈനികരുണ്ടായിരുന്നു, അതായത് പാക് സൈനികരുണ്ടായിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ പാക് സൈനികരിൽ 30 പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വ്യക്തമാക്കിയത്. ആ വ്യക്തമാക്കിയതിനെ എതിർത്ത്, അതായത് പാകിസ്ഥാൻ അത്രയും കൊല്ലപ്പെട്ടിട്ടില്ല, 20 പേരുടെ മരണമാണ് പാകിസ്ഥാൻ സർക്കാർ സ്ഥിരീകരിക്കുന്നത്, സൈന്യവും അതിൻ്റെ അത്തരത്തിലാണ് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ 30 പേരെ കൊലപ്പെടുത്തി കഴിഞ്ഞുവെന്ന് വളരെ കൃത്യമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഈ ട്രെയിൻ നമുക്കറിയാവുന്നതാണ്, ഈ ട്രെയിൻ ബോംബ് വെച്ച് റെയിൽ പാളം തകർത്തതിന് ശേഷം ഈ ട്രെയിൻ അട്ടിമറി നടത്തുകയും അത് പിടികൂടുകയും തട്ടിയെടുക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു. 182ഓളം പേരെ ബന്ദികളായി സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോഴും ആ തീവണ്ടിയിൽ എന്നാണ്, അല്ലെങ്കിൽ ആ ട്രെയിനിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ശക്തമായൊരു പ്രതിരോധം ബലൂചിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ബലൂചിസ്ഥാൻ മേഖലയിൽ, അതായത് ഈ ഖൈബർ പങ്ക്തുൻഖ്വ ഈ ആക്രമണം നടന്ന ക്വറ്റയിൽ നിന്നും പെഷവാറിലേക്കുള്ള യാത്രാമധ്യയുള്ള ട്രാക്കിൽ മുഴുവൻ തന്നെ ശക്തമായ സാന്നിധ്യമാകാൻ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് സാധ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ശക്തമായ ഒരാക്രമണം ബലൂചിസ്ഥാൻ ആർമിക്ക് നേരെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ നേരെ സൈന്യം തുടർച്ചയായി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ആ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ബന്ദികളാക്കി വെച്ച മുഴുവൻ സൈനികരെയും വധിക്കുമെന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ഖൈബർ പങ്ക്തുൻഖ്വയിലെ ഈ ടണൽ മേഖലയിൽ, ടണലിന് പുറത്ത്, ടണൽ 8-ന് പുറത്ത് നിൽക്കുന്ന ഈ തീവണ്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഗൗരവമുള്ളൊരു സാധ്യതയാണ് അപകടകരമായൊരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ അവരെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഇനിയും ശക്തമായി നടത്തും എന്നൊരു നിലപാടാണ് ബലൂചിസ്ഥാൻ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ബലൂചിസ്ഥാനെതിരാകുന്ന നടപടികളെ കർശനമായി നിയന്ത്രിക്കുക എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ബലൂചിസ്ഥാൻ ഉള്ളത് എന്നാണ്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ ശരിയായ സ്വഭാവം, ആഭ്യന്തര കലാപത്തിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് തർക്കങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ബലൂചിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആവശ്യം, അല്ലെങ്കിൽ അവർക്കെതിരായുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം എന്നത് തന്നെയാണോ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഐസൺ ജോസ്? വിനോദ്, ഈ ബലൂചിസ്ഥാൻ വിമോചനം, ആ മേഖലയുടെ വിമോചനം, പാക് സർക്കാരിൽ നിന്ന് ഒരു വിഘടിച്ചു പോയി അവർക്ക് സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കണമെന്ന ഒരു ആവശ്യമാണ് അവർ കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. അത് തന്നെയാണ് അവരുടെ ആ ഇൻസർജൻസിയുടെ ഒരു ലക്ഷ്യവും എന്നുള്ളത് കാര്യത്തിൽ തർക്കമില്ല. ഈ സ്വാഭാവികമായും ഇതിനെ പാകിസ്ഥാൻ്റെ സൈന്യം ആക്രമിക്കുകയും ഇവരെ ആക്രമിക്കുകയും അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുകയും, സമാധാനം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനെ ദുർബലമായൊരു സർക്കാർ സംവിധാനമാണ് ഈ മേഖലയിലുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആക്രമണങ്ങൾ തുടർക്കഥയാകുകയും ഇന്നലെ ഈ ട്രെയിൻ തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ആ ട്രെയിനിൽ 30ഓളം പേരെ കൊലപ്പെടുത്തിയെന്ന് ബലൂചിസ്ഥാൻ ആർമി അറിയിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ബലൂചിസ്ഥാൻ ആർമിയുടെ ഈ ഇടപെടൽ, ഒരു ബലൂചിസ്ഥാൻ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായുള്ളൊരു ഇടപെടലാണ്. ആ ഇടപെടലിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. തുടർച്ചയായി പാകിസ്ഥാൻ്റെ ആക്രമണം ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ആക്രമണം തുടരുമെന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്.